തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ തിരുവാത്സല്യമായ ശുശ്രൂഷാം നാഥ, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവ് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ജനത്തെ നയിക്കുവാൻ അങ്ങ് ഒരുക്കുന്ന സാവകാശത്തിന് നന്ദിയോട് സ്തോത്രം കർത്താവേ. കർത്താവേ, മാധ്യമനിൽ കൂടെ കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് വചനം എത്തുമ്പോൾ കർത്താവേ, വചനം യഥാർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തക്കോണം അങ്ങയുടെ പരിശുദ്ധാത്മാവോട് അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ, വചനം കേൾക്കുന്ന മക്കളെ നീ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കർത്താവെ, എൻ്റെ ആത്മാവാൽ വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തത്തക്കണം കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ന്യായവിധിക്കല്ല കർത്താവെ, എങ്കിലോ നിത്യജയിലേക്കുള്ള വഴിയൊരുക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനം അങ്ങയുടേതാണ്, വചനം അങ്ങയുടെ, അടിയൻ അങ്ങയുടേതാണ്. ബലഹീന അടിയനെ കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠ നിറവിൽ കർത്താവെ, കൃപയിൽ നിന്നുകൊണ്ട് കർത്താവെ, വചനം കർത്താവ് തൻ്റെ ജനത്തിലെത്തിക്കുവാനും ലളിതമായ കർത്താവെ ഇത് വ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രേഷ്ഠ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അതിൻ്റെ വാക്കുകളോടോ വചസ്സോടോ ശബ്ദത്തോടോ കണ്ടത്തോടുകൂടെ ഉണ്ടായിരിക്കാൻ കർത്താവ് നിൻ്റെ കൃപയുടെ നിറവിൽ അതിമനോഹരമായ കർത്താവെ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ അവിടുത്തെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തിൽ കാണുന്നൊരു കാര്യമാണ് വസ്തുവകൾക്ക് വേണ്ടിയുള്ള വഴക്ക് അല്ലെങ്കിൽ സംഘർഷങ്ങൾ. തന്മൂലം നമ്മുടെ ദേശത്ത് പല നിയമങ്ങൾക്ക് ഭേദഗതിയൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും പലപ്പോഴും കുഞ്ഞുങ്ങൾ അവരുടെ അവകാശം, അതായത് മാതാപിതാക്കളുടെ സ്വത്തിന് അവകാശം പറഞ്ഞുകൊണ്ടുള്ള പല പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതും, പ്രതിസന്ധികൾ മാത്രമല്ല ജീവഹാനി വരെ വരുത്തുന്ന സാഹചര്യങ്ങൾ നാം ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ലോകത്തിൻ്റെ സമ്പത്തിന് പുറമേ ഉള്ളൊരു പരക്കം പാച്ചൽ. ഈ പരക്കം പാച്ചലിൽ നാം പലപ്പോഴും മറന്നുപോകുന്നത്, നാം എന്തു സ്വരൂപിച്ചാലും, എത്രമാത്രം സ്വരൂപിച്ചാലും, ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലായാലും മരണത്തോട് നാം അടുക്കുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ നമുക്ക് ഇവയൊന്നും നമ്മുടെ കരങ്ങളിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇത്രമാത്രം നാം എന്തിനു വേണ്ടിയാണ് ഈ ലൗകിക സമ്പത്തിനു വേണ്ടിയുള്ള സംഘർഷങ്ങളൊന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും പലതും പുരാതനമായ ചിന്തകളിൽ ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. എന്തിന് ഇത്രമാത്രം നാം ആധുനികമായ സമത്വമൊക്കെ പറയുന്നെങ്കിലും പലപ്പോഴും ഭവനങ്ങളിൽ ആ സമത്വം കാണാറില്ല. വലിയ വാദോരാതെ പ്രസംഗിക്കുന്നവർ കാണും സമത്വത്തെ പറ്റി, പക്ഷെ സ്വന്തം ഭവനത്തിൽ ഭാര്യയെ അടിമയായി കാണുന്ന അവസ്ഥകൾ, ഭർത്താവിനൊരൊട്ടും വില കൊടുക്കാത്ത ഭവനങ്ങൾ, ഇങ്ങനെ ഇവയൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നാം സംസാരിക്കുന്നത് സമത്വത്തെ പറ്റി. സമത്വമെങ്കിൽ എല്ലാവിധ കാര്യങ്ങൾക്കും കൂട്ടവകാശികൾ ഇരുവരുമല്ലേ, ആണായാലും പെണ്ണായാലും. നാം ആ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അവർ കൂട്ടവകാശികളായി തീരണം. നാം അവരെ എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് വളർത്തുന്നത്, ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാഗൽഭ്യം നൽകുവാൻ കഴിയുന്നുണ്ടെന്ന് നാം ഒന്ന് ചിന്തിക്കണം. അവർ ജീവിച്ചതുകൊണ്ട് മാത്രമല്ല, അവർ ഈ വചനങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമല്ല, ഈ വചനങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കുവാനും യഹോവയായ ദൈവത്തിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന കൂട്ടവകാശത്തിലേക്ക് കടന്നു ചെല്ലത്തക്കോണം നമ്മെ ഒരുക്കുവാൻ കൂടി അവരെ പഠിപ്പിക്കണം. ഇന്ന് നാം ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അവൻ്റെ പഠനകാര്യത്തെപ്പറ്റി സസൂക്ഷ്മമായി ആ ജനിക്കുന്ന നാൾ മുതൽ അവനെ എന്താക്കി തീർക്കണമെന്നുള്ള ചിന്തയോടെയാണ് നാം അവരെ വളർത്തുവാൻ പരിശ്രമിക്കുന്നത്. അവിടെ നാം യഹോവയായ ദൈവത്തിനോടോ കർത്താവിനോടോ ചോദിക്കുന്നില്ല നമുക്ക് ദാനമായി നൽകപ്പെട്ട ആ പൈതലിൻ്റെ ജീവിതം എപ്രകാരമായി തീരണമെന്നോ, എപ്രകാരം അതിനെ വളർത്തണമോ, എന്താക്കി തീർക്കണമോ ഒന്നും നമുക്ക് ആലോചനയില്ല. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി
കുഞ്ഞുങ്ങളെ വളർത്തുന്ന അവസ്ഥ. പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 8:17 ഒന്ന് വായിക്കുമ്പോൾ, നാം മക്കളാണെങ്കിൽ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. നമുക്ക് ആ തേജസ്കരിക്കപ്പെടുന്നിടം വരെ സ്വീകാര്യമാണ്. പക്ഷെ അവനോട് കൂടെ കഷ്ടത അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വീകാര്യമല്ല. നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരണം, കർത്താവിൻ്റെ കൂട്ടവകാശികളായി തീരണം, നിത്യജീവൻ ആവശ്യമുണ്ട്. എങ്കിലോ നമുക്ക് വേദനയിലോട്ട് കടന്നു പോകുവാൻ കഴിയുകയില്ല. നിത്യജീവനിലേക്കുള്ള വഴിയിൽ വേദനയുണ്ട് പ്രിയ സഹോദര സഹോദരി. നിത്യജീവനിലേക്കുള്ള വഴിയിൽ കഷ്ടങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നാം ചുറ്റും കാണുമ്പോൾ യുദ്ധത്തിൻ്റെയും ഭൂകമ്പത്തിൻ്റെയും മറ്റു പല പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ് ലോകം കടന്നു പോകുന്നത്. വഷളത്വത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ജനമധ്യത്തിലാണ് ജീവിക്കുന്നത്. ലഹരിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന യുവതലമുറകൾ. എവിടെ പോയി നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സഭകളും സമൂഹങ്ങളും ഇന്ന് എവിടെയാണ്? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്രകാരം വഷളത്വത്തിലും ലഹരിയിലും അടിമത്തത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെന്ന് നാം ചിന്തിക്കാറുണ്ടോ? അതിന് കാരണക്കാർ നാം തന്നെയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും ദൈവത്തിൻ്റെ നന്മകളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയിലും കഷ്ടത്തിലും ത്യാഗത്തിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷം, സമാധാനം, അനുഗ്രഹങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമുക്ക് ഇത് അവകാശപ്പെട്ടതാണെന്നാണ്. ദൈവത്തിൻ്റെ കൂട്ടവകാശികളായി ദൈവത്തിൻ്റെ നിത്യരാജിലേക്ക് കടന്നു വരുവാനല്ല നമ്മുടെ പരിശ്രമം. ലൗകിക പ്രകാരം എന്ത് ഞാൻ നേടുവാൻ കഴിയും, എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറന്നുപോകുന്ന അവസ്ഥകളുണ്ട്. അവരുടെ പോക്ക് കാണാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. തന്മൂലം പ്രതിസന്ധികളിലേക്ക് ജീവിതം നയിക്കപ്പെടുന്നത് നാം മറന്നുപോകുന്നുണ്ട്. മുമ്പോട്ട് വായിക്കട്ടെ. 1 പത്രോസ് 1:3-5 വരെ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ അത്യധികമായ കരുണയാൽ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തി നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തിനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് വ്യക്തമായ പത്രോസ് ഇവിടെ പറയുന്നത്. 4 നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ നിത്യജീവനെ പറ്റിയുള്ള കാര്യമാണ്. അവിടെ അത് അനുഭവമാക്കണമെങ്കിൽ നാം കർത്താവ് ആരെന്ന് മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കപ്പെടണം. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം നയിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നിത്യജീവനിലുള്ള നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ആരും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുവാൻ കഴിയുകയില്ല. കർത്താവ് എനിക്കും നിങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമുക്കൊന്നു മാത്രമാണ്, കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്കതിന് കഴിയുന്നുണ്ടോ? നമുക്കതിന് ഒരുങ്ങുവാൻ കഴിയുന്നുണ്ടോ? സമ്പത്ത് വേണം, സമൃദ്ധിയിൽ ജീവിക്കണം, എല്ലാം വേണം. പക്ഷേ
കർത്താവിന് വേണ്ടി ത്യാഗവും കഷ്ടവും നഷ്ടവും സഹിക്കുവാൻ തയ്യാറല്ല. ഈ ത്യാഗവും കഷ്ടവും നഷ്ടവും സഹിക്കുമ്പോൾ ത്യാഗം നമ്മുടെ സമയത്തിൻ്റെതാകാം, നമ്മുടെ ചിലപ്പോൾ ശാരീരിക പ്രതിസന്ധികളിൽ വരുന്ന കഷ്ടങ്ങളും നഷ്ടം ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവയൊക്കെയിൽ കൂടെ കടത്തിവിടുമ്പോൾ, ഇവയിലൊക്കെ കടന്നു പോകാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ നന്മകൾക്ക് നാം സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കുവാൻ കഴിയും. അർഹിക്കുന്നതിനെക്കാട്ടിലധികമായ നന്മകളാൽ വഴി നടത്തുവാൻ ദൈവം ഇടയാക്കും. ആ പാതയിൽ കടന്നു പോകുമ്പോൾ എപ്പോഴും വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും. പക്ഷെ ദൈവിക സമാധാനവും അതിൻ്റെ മധ്യത്തിൽ കാണും. എന്നെ നല്ലവനായി അറിയുന്ന കർത്താവ്, എൻ്റെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്, അവൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിക്ഷേപം നമുക്ക് മനസ്സിലാക്കുവാൻ പോലും കഴിയുകയില്ല. ഫിലിപ്പിയ ലേഖനം 3:8 ഇപ്രകാരമാണ് പറയുന്നത്. അതുമാത്രമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് പറയുന്നത് പൗലോസ്ലിയ ഫിലിപ്പിയ സഭയോടാണ്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, പരീശന്മാരിൽ പരീശൻ, ശാസ്ത്രിമാരിൽ ശാസ്ത്രി, എല്ലാ തലത്തിലും ഉന്നത നിലയിലുണ്ടായിരുന്ന, ഔദ്യോഗിക പദവിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗല്. എന്ന് കർത്താവിനുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായോ, അവൻ സ്വന്തം ജീവിതം കർത്താവിനായി സമർപ്പിച്ച് പൗലോസായി തീർന്നപ്പോൾ ഇവയെല്ലാം ചവറായി കണക്കാക്കിയിരിക്കുന്നു. നഷ്ടമായത് ലാഭമെന്ന് എണ്ണിച്ച് തീർക്കുവാൻ എൻ്റെ കർത്താവാണ് എൻ്റെ ഉപനിധി എന്ന് പറയത്തക്കോണം നമ്മെ തന്നെ അപ്രകാരം സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം വായിക്കുന്ന വേദപുസ്തകത്തിൽ നാം യഥാർത്ഥമായി പിന്നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് കഴിഞ്ഞാൽ പൗലോസ്ലിഹയായിരിക്കണം. ഏറ്റവും പ്രയാസത്തിൻ്റെയും വേദനകളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിലാണ് ജീവിച്ചത്. പക്ഷെ അവിടെ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവന് നൽകിയിരിക്കുന്ന എൻ്റെ കൃപ മതി, നിനക്ക് സകലത്തിലും മതിയായവൻ. ആ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യാപരിച്ച് നമുക്ക് അനുഭവമാക്കണമെങ്കിൽ നാം ഒന്ന് മാത്രം മനസ്സിലാക്കണം, നമ്മെ അപ്രകാരം കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കാൻ പഠിക്കണം. എൻ്റെ എന്ത് കാര്യങ്ങളായാലും ഔദ്യോഗിക ഉന്നത നിലയിലായിരിക്കുന്നെന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് അനേകമായ ബിരുദത്തിൻ്റെ അപ്പേളിൽ ബിരുദങ്ങൾ നേടിയതുകൊണ്ട് കാര്യമില്ല. ഇവയൊന്നും കർത്താവിലേക്ക്, നിത്യജീവിലേക്ക് നമ്മെ വഴി നടത്തുവാനില്ല. ആ നിക്ഷേപം കിട്ടത്തക്കോണം നമ്മളെ ഒരുക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ഇവയൊക്കെ ലാഭമെന്നതൊക്കെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് എൻ്റെ കർത്താവിനായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവിടെയാണ് കർത്താവ് നമുക്ക് നിക്ഷേപം നൽകുവാൻ ഇടയാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:19-20 വായിക്കുമ്പോൾ, പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഭവനത്തിലും ലോക്കറിലൊക്കെ ഒത്തിരി സ്വർണങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നിക്ഷേപിച്ചുണ്ടായിരിക്കും, വജ്രവും എല്ലാം കാണും. പക്ഷെ ഇതിനൊക്കെ ഒരു വിലയില്ലാത്തൊരു കാലത്തിലേക്ക് നാം കടന്നു വരും. ഇവയ്ക്കൊന്നും നമുക്ക് അത് അനുഭവമാക്കുവാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് നാം കടന്നു വരും. നാം കടന്നു പോയതാണ്. ഒരു മഹാമാരിയുടെ മധ്യത്തിൽ എത്ര വലിയ സമ്പത്തുകാരനും അവൻ്റെ ജീവശ്വാസം നിർത്താൻ കഴിയാത്ത അവസ്ഥകൾ നാം കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇന്നും അഹങ്കരിക്കുന്ന അഹന്തയുടെ മധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ
ദൈവം നമ്മളോട് പറയുന്നത്, മകനെ മകളെ, മടങ്ങി വരിക. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിന്റെ ഹൃദയം എന്ന് അടുത്ത വാക്യം പറയുന്നുണ്ട് 6:21. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നു നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അതായത് ഈ ഭൂമുഖത്ത് ബാങ്ക് ബാലൻസും സ്വർണവും മറ്റ് ആഭരണങ്ങളും മറ്റ് വസ്തുവകളിലാണ് നിന്റെ നിക്ഷേപമെങ്കിൽ ദൈവസനയും ദൈവത്തോട് നിനക്കൊരു ബന്ധമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഭയത്തോടെ ജീവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെ ആയിക്കൊള്ളരുത്, ഭവനത്തിൽ അല്പം നിക്ഷേപം ഉണ്ടെങ്കിൽ ഉറക്കം കിട്ടത്തില്ല. ആരെങ്കിലും രാത്രി വന്നാലോ, അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭാര്യഭർത്തൃ ആ ബന്ധത്തിനെ പോലും സംശയിക്കുന്ന അവസ്ഥകൾ, കുഞ്ഞുങ്ങളെ സംശയിക്കുന്ന അവസ്ഥ, സമാധാനമില്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ. എന്തുകൊണ്ട്? നിക്ഷേപം ഈ ഭൂമുഖത്തായതുകൊണ്ട്. അതേസമയം ദൈവസന്നിധിയിലാണ് നിന്റെ നിക്ഷേപമെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങുക മാത്രമല്ല, സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ആരെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ കഴിയും. കാരണം എൻ്റെ ഉപനിധി ആരെന്ന് എനിക്കറിയണം. എൻ്റെ ഉപനിധി എൻ്റെ കർത്താവായി മാറണം. അപ്പോഴാണ് അപ്രകാരം കഴിയുന്നത്. റോമാലേഖനം 8:18-19 വായിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിനോട് തുലനം ചെയ്യുമ്പോൾ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രൻ്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിനു മുമ്പ് പറഞ്ഞത് ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ലെന്ന് ഞാൻ കണക്കാക്കുന്നു. നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ കഷ്ടത കടന്നു വരണ്ട. നമ്മെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ, പരിഹസിച്ചാൽ, ഉടനെ നമ്മുടെ സ്വഭാവം മാറിപ്പോകും. പിന്നെ അരുതാത്തതൊക്കെ ആയിരിക്കും നാവിൽ കടന്നു വരുന്നത്. കരങ്ങളിൽ ദൈവവചനം പിടിക്കുമ്പോൾ തന്നെ ഇപ്രകാരം പ്രതികരിക്കുന്ന വ്യക്തികളുണ്ട്. അവിടെയാണ് ദൈവം നമ്മളെ തുലനം ചെയ്യുന്നത്. നിന്റെ നിക്ഷേപം ഇപ്പോഴും ഭൂമുഖത്താണ്. നീ എന്തിനെ കരുതി ജീവിക്കുന്നോ അവയൊന്നും നിന്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുകയില്ലെന്ന് മറന്നു പോകുന്ന അവസ്ഥ. എങ്കിലും നാം ഓട്ടത്തോടോട്ടമാണ്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഏതിനു വേണ്ടി? ഈ ലോകത്ത് നശ്വരമായ വസ്തുക്കൾക്ക് വേണ്ടിയാണോ? ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ നിന്റെ ഭവനം എവിടെ? ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ നിന്റെ ഭവനം എവിടെ? ഒരു ഉരുൾപൊട്ട ഉണ്ടായാൽ നിന്റെ ഭവനം എവിടെ? നീ സ്വരൂപിച്ചതൊക്കെ എവിടെ? പക്ഷേ ഇവയൊക്കെ നാം കണ്ടും മനസ്സിലാക്കിയിട്ടും ഇന്നും ആ പാതയിൽ തന്നെയല്ലേ നാം തുടരുന്നത്? സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടി നാം എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രവർത്തനവും പരിശ്രമവും ആഗമനം ആയിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാര്യങ്ങൾ നാം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആരംഭം കുറിച്ചെന്നാണ് പറയുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പരസ്പരം ജാതിയോടും മതത്തോടും മക്കളോടും എല്ലാം സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ഇന്നും നാം നമ്മുടെ ലൗകിക നിക്ഷേപം സ്വരൂപിക്കുവാനാണ് പരിശ്രമിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം തെറ്റിപ്പോയി. ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരു മാറ്റത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നാം എന്തിനു വേണ്ടി ഓടുന്നെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം എവിടെ ആദരിക്കപ്പെടണമെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലൗകിക പ്രകാരം ആ ഒരു ആദരവും ലോകത്തിൻ്റെ പ്രഭുക്കന്മാരിൽ കൂടെ ആദരവ് ലഭിച്ച് ഒരു ജീവിതം സമർപ്പിച്ച് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദര സഹോദരി,
നാം ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമില്ലാത്ത അവസ്ഥയായി മാറും. വെളിപാട് പുസ്തകം 21:27 പറയുന്നത് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും വ്യാജവും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പം നമ്മുടെ പേരെവിടാണ് എഴുതപ്പെടേണ്ടത്? ലോകത്തിലുള്ള പുസ്തകത്തിലോ അല്ലാതെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും പേര് വരേണ്ടത്. ലോകത്തിന്റെ പുസ്തകത്തിലുള്ള പേരാണെങ്കിൽ ലോകത്തിലെ നിക്ഷേപത്തോടെ നാം അതിനോട് മണ്ണടഞ്ഞു പോകും. പ്രിയ സഹോദര സഹോദരി, നിത്യജീവനിലേക്ക് ഉയരണമെങ്കിൽ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലേക്ക് നമ്മുടെ പേര് ചേർക്കപ്പെടണമെങ്കിൽ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും വ്യാജ്യവും പ്രവർത്തിക്കുന്നവരാരും അവിടെ കടക്കയില്ലെന്നാണ് പറയുന്നത്. വ്യാജം, ഇന്ന് വ്യാജം നിറഞ്ഞൊരു ജനസമൂഹ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് വ്യാജവും പറഞ്ഞു പരത്തുവാൻ കഴിയുന്ന ഒരു മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി നിലനിൽപ്പിന് വേണ്ടി. പക്ഷേ ഇവിടെ വ്യക്തമായി വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും വ്യാജവുമായതൊന്നും ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകുകയില്ല. മുമ്പോട്ട് വായിക്കട്ടെ. വെളിപാടിന്റെ 22:14-15 വായിക്കുമ്പോൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകികളും ബിംബാരാധകരും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. 14 അവസാനത്തിൽ പറയും, നഗരത്തിൽ കടക്കേണ്ടത് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നാം ഇട്ടിരിക്കുന്ന വസ്ത്രം അലക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. പ്രിയ സഹോദര, നമ്മുടെ പാപഭംഗിലമായ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് ഒരു അനുതാപ ഹൃദയത്തോടെ ഒരു മനസ്സാന്തരത്തിൽ കടന്നു വന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് ആ നഗരത്തിൽ പ്രവേശനം. മുമ്പോട്ട് പറയുന്നത് എന്താണ്? നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകികളും ബിംബാരാധനക്കാരും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും. അതിൽ അവസാന 2 കാര്യം, ബിംബാരാധനക്കാരും വ്യാജത്തിൽ. ഇന്ന് നാം ചുറ്റും നോക്കുമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ ബിംബങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാ? ഓരോ സഭയുടെയും വ്യത്യാസമായ ചിന്തകളും ഒക്കെയുണ്ട്. പക്ഷേ നാം യഥാർത്ഥത്തിൽ വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹോവയായ ദൈവം വെറുക്കുന്നത് ബിംബാരാധനയാണ്. യഹൂദ മക്കളെ വലിയ പ്രതിസന്ധികളിലേക്ക് വിട്ടതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെയും വെളിപാട് പുസ്തകത്തിലും എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. 2 കാര്യം, ബിംബാരാധനയും വ്യാജവും. ഇത് രണ്ടും ഇന്ന് ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യ മനസ്സിനെ മാറ്റിക്കളയുന്ന അവസ്ഥ. പ്രതിയോഗി ഇപ്രകാരമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ വഴിതെറ്റിക്കുന്നെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്ത്യാനിക്ക് ഏക ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസം. നമുക്ക് മധ്യസ്ഥനായി യഹോവയായ ദൈവമായി മധ്യസ്ഥനായുള്ളത് കർത്താവ് മാത്രമാണ്. വചനം വ്യക്തമായി അത് പറയുന്നുണ്ട്. മറ്റൊരു മധ്യസ്ഥനും നമുക്കില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു ജീവിതമാണ് നാം നയിക്കുന്നില്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിൻ്റെ 22:15 ഓർത്താൽ മതി. നമുക്ക് പ്രവേശനമില്ല. പ്രിയ സഹോദര സഹോദരി, പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിച്ച്, നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഉള്ള വസ്ത്രത്തോടെ ശുഭ്രവസ്ത്രധാരിയായി കടന്നു വരുവാൻ നാം ഒരുക്കപ്പെടണം. അതിനായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? അതിന് കഴിയണമെങ്കിൽ
കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ റോമാലേഖനം 8:31 പറയുന്ന കാര്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? നമുക്ക് പ്രതികൂലമാര്? ദൈവം അനുകൂലമാകണമെങ്കിൽ, ദൈവത്തിൻ്റെ നിക്ഷേപത്തിലേക്ക്, നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും കർത്താവുമായിട്ടുള്ള അചഞ്ചലമായൊരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദുഷ്കാലമായിരിക്കുന്ന ഈ കാലയളവിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരാം. വ്യാജത്തിലാണോ ജീവിക്കുന്നത്? ബിംബാരാധനകളിലാണോ ജീവിക്കുന്നത്? മ്ലേച്ഛതയിലാണോ ജീവിക്കുന്നത്? അതിനൊരു മാറ്റം വരുത്തുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസ്തുതാംനാഥ, ഇതോളം ഞങ്ങളെ വഴി നടത്തിയ നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ നിക്ഷേപം എവിടെയാണെന്നൊന്ന് ചിന്തിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും ഞങ്ങളുടെ ഹൃദയമെന്ന് വ്യക്തമായി അന്ന് ഞങ്ങളോട് കൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവേ, അവിടുന്ന് ഈ സമയം നൽകിയിരിക്കുന്നതിനായ നന്ദിയോട് സ്തോത്രം. അങ്ങയിലേക്ക് കടന്നു വരുവാൻ കർത്താവേ, നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേട്ട കർത്താവെ, കേൾക്കുന്ന ദൂത് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യാശയിലേക്ക് വഴി നടത്തുക മാത്രമല്ല, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ വളരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശു നാശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.